സത്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷവും ആവേശം നൽകുന്നതാണ് ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറയുമ്പോൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ ആവേശം നൽകുന്നത് എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായ ശ്രീ ദീപക് SP ഇവിടെ മത്സരിക്കുന്നു, പേട്ട വാർഡിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 40 വർഷത്തിലേറെയായ ബന്ധം. ഇന്നും ഇന്നലെ അല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ ഒറ്റയിട്ടിൽ ചാടിക്കറി വന്ന ആളല്ല. പടിപ്പടിയായിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് നമ്മളുടെ അറിയാവുന്നതാണ്, പുരോഗമനമായി ചിന്തിക്കാൻ കഴിയുന്ന. ഞാൻ മെനിഞ്ഞാന്ന് JNU വരെ ഡൽഹിയിൽ വരെ പോയിരുന്നു. അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന പുരോഗമനമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ നയിക്കുകയാണ്. നമുക്ക് അറിയാൻ പറ്റുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ 1987-88 കാലഘട്ടത്തിൽ ഫസ്റ്റ് DC റെപ്പും മാഗസിൻ എഡിറ്ററും ചെയർമാനും കൗൺസിലറും ഈ തരത്തിൽ ഓരോരോ സ്ഥാനം നിർവഹിച്ചതിന് ശേഷം ആണ് അദ്ദേഹം ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ പേട്ട വാർഡിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വേണ്ടി മത്സരിക്കുന്നത്. വളരെയധികം സന്തോഷമാണ്. കാരണം ഒരു നേതാവ്, ഒരു നല്ല സുഹൃത്ത്, ഇതിനെല്ലാം ഉപരി എല്ലാവർക്കും സമ്മതനായ ഒരു വ്യക്തി, നല്ല മനുഷ്യൻ ആണ് ഈ തെരഞ്ഞെടുപ്പിന് നമുക്കിപ്പോൾ മത്സരിക്കുന്നത്. ഷൂട്ട് വരെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ശ്രീ SP ദീപക്കിനോടൊപ്പവും പിന്നെ എൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മത്സരിക്കുന്ന 2 പ്രധാനപ്പെട്ട സുഹൃത്തുക്കളുമുണ്ട്. അതിലേറ്റവും പ്രധാനിയാണ് ശ്രീ ദീപക് SP. വളരെയധികം സന്തോഷമാണ്. വേറെ 2-3 ഇടത്തു കൂടെ പോകാനുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ കൂടുതലും കോൺസെൻട്രേഷൻ പേട്ട വാർഡായിരിക്കും. ഞാൻ താമസിക്കുന്ന അടുത്താണ്. അതുകൊണ്ട് പേട്ട വാർഡിലായിരിക്കും എൻ്റെ കൂടുതലും ശ്രദ്ധ.